മുട്ടത്തോരൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ വെളിച്ചെണ്ണ കായാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് സബോള ഇടാം. സബോള വേഗം വഴന്ന് വരാനായിട്ട് നമുക്ക് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പിടാം. വേഗം വഴന്നു. മുട്ട വെറുതെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ചെയ്താൽ അത് തിന്നാണ്. അതിലിപ്പോൾ ഞാൻ ചേർക്കുന്ന സാധനം ഓരോന്നോരോന്ന് ഞാൻ ചേർക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കുട്ടികൾക്കൊക്കെ വളരെ അത്യാവശ്യം, കുട്ടികൾക്ക് നല്ല വലിയവർക്കൊക്കെ അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ചേരണം. മുട്ട എന്ന് പറയുമ്പോൾ ഒരു കഴിക്കുകയും വെറുതെ തോരൻ വെച്ച് കൊടുത്താൽ ചിലതൊക്കെ നമ്മളിപ്പോൾ ക്യാരറ്റ് അങ്ങനത്തെ ഇതൊന്നും കഴിക്കില്ല. ഇടയിൽ കൂടെ ആകുമ്പോൾ ഇതൊക്കെ കഴിക്കുക. അപ്പോൾ ഇത് വഴന്ന് വരട്ടെ. അതിനകത്ത് ഞാനിതിൽ ചുവന്ന മുളക് അര സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായിരുന്നു. പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ തക്കാളി കൂടിയിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ മുളകും എല്ലാത്തിലും എടുക്കും. ഒന്ന് വഴന്ന് വരട്ടെ. നമുക്കൊരു മിനിറ്റ് മൂടിയിട്ട് വേവിക്കാം. തക്കാളി വഴന്ന് വന്നപ്പോൾ ഞാൻ എനിക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇതില് ഒരുവിധം പച്ചക്കറികളൊക്കെ നമുക്ക് ഇതിലിടാവുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ക്യാരറ്റും തക്കാളി മാത്രം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു മുട്ടത്തോരനാണ്. ഇപ്പം ഞാൻ മൂടിയിട്ട് വേവിക്കട്ടെ. ഇപ്പോൾ ക്യാരറ്റ് നന്നായി വഴങ്ങി വന്നിട്ടുണ്ട്. അല്ല, ക്യാരറ്റും തക്കാളിയൊക്കെ നന്നായി വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് പാകമാണോ എന്നൊക്കെ ഈ സമയത്ത് നോക്കാം. എനിക്ക് ഉപ്പ് പാകമാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് മുട്ട 5 മുട്ടയുണ്ട്. 5 താറാമുട്ട. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ താറാമുട്ട മതി. ഇങ്ങനെ തോരൻ പോലെ നമ്മൾ ഉടച്ചെടുക്കണം. കുത്തിപ്പൊരിക്കുമ്പോൾ ഇങ്ങനെയും കൂടി ചെയ്യുമ്പോൾ കുട്ടികൾക്ക് തിന്നാനായിട്ട് ഇഷ്ടമാണ്. ക്യാരറ്റൊക്കെ ചെല്ലുമായിരിക്കും. തക്കാളി, ക്യാരറ്റ് ഇതാണ് മുട്ടത്തോരൻ. നിങ്ങളെ
ഇളക്കി വേർതിരിച്ചെടുക്കും. ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്നതാണ് കണ്ട. അതുപോലെ ആകുമ്പോൾ നമ്മൾ നിർത്താം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, നമ്മുടെ വളരെ ടേസ്റ്റിയായ മുട്ടത്തോട്. ഇപ്പൊ കുട്ടികൾക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ്, തക്കാളി, മുട്ട ഒക്കെ കൂടി ചേർന്നതാകുമ്പോൾ അവര് കഴിക്കുകയാണെങ്കിൽ നല്ല ചോറ് കൂട്ടി കഴിക്കാൻ അവർക്ക് ഇഷ്ടമാവും. എന്തെങ്കിലും തൈര് കറി അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും ഒരു സാമ്പാർ, എന്തെങ്കിലും ഒരു ചാറ് കറി ഉണ്ടാകുന്ന കൂടെ അത് കുട്ടികൾക്കൊന്നും വേണ്ട, ഇത് അങ്ങനെ കഴിച്ചോളും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നാളെ വേറൊരു കറിയായിട്ട് കാണാം. ബൈ. ഓക്കെ, സീ യു.